നീ ശബ്ദമില്ലാത്ത സിനിമ കണ്ടാ? ഇല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അപ്പൊ സിനിമ അങ്ങനെയാണ്, പലപ്പോഴും പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? കോവിഡിന്റെ ടൈമിൽ. കോവിഡിന്റെ സമയത്ത് ആളുകളൊക്കെ വീട്ടിലായിരുന്നു, ഫ്രീ ടൈം ഒരുപാട് ഉണ്ടായിരുന്നു, പുറത്തിറങ്ങിയ പോലീസ് പിടിക്കും. ആ സമയത്താണ് ഈ OTT വരവ് ഉണ്ടാവുന്നത്. OTT ആപ്പൊക്കെ അതിന് മുമ്പുണ്ട്, അതിന് കുറച്ച് കൊല്ലം മുമ്പുണ്ട്. പക്ഷെ ആ സമയത്താണ് അതിനൊരു വർധനവ് ഉണ്ടാവുന്നത്. അധികം ആൾക്കാർ ഉപയോഗിച്ചിരുന്നില്ല ആദ്യം. അപ്പൊ ആളുകള് കൂടുതൽ ഈ ലോകോത്തര സിനിമകളും സീരീസും ഒക്കെ ഇരുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ അവര് സിനിമയില് നല്ലോണം എഡ്യൂക്കേറ്റഡ് ആയി. അപ്പൊ ഈ കോവിഡിന് ശേഷം തിയേറ്ററിലോട്ട് സിനിമകൾ വന്നപ്പോ പ്രേക്ഷകരുടെ ജഡ്ജിങ് മാറി. അവര് മുൻപ് ജഡ്ജ് ചെയ്തിരുന്ന പോലെയല്ല കോവിഡിന് ശേഷം സിനിമയെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ചില ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ചില ഫിലിം മേക്കേഴ്സ് ഇത് മനസ്സിലാക്കിയിട്ട്, ഈ പ്രേക്ഷകരുടെ ഈ ചേഞ്ച് മനസ്സിലാക്കിയിട്ട് ചില സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരം സിനിമകളാണ് പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭീഷ്മപർവം, കുറുപ്പ്, കൽക്കി ഒക്കെ അതൊക്കെ വലിയ രീതിയിൽ ആളുകളെ ആക്സെപ്റ്റ് ചെയ്ത സിനിമകളാണ്. അത് ആളുകളെ ചേഞ്ച് എന്താണോ അത് മനസ്സിലാക്കിയിട്ടാണ് അത്തരം സിനിമകൾ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ വേറെ ചില ഡയറക്ടേഴ്സ് ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയാൻ പറ്റൂല ഒരു രീതിയിൽ നോക്കുമ്പോൾ. കാരണം ആളുകൾ അങ്ങനെയായിരുന്നു, പ്രേക്ഷകർ അങ്ങനെയായിരുന്നു മുൻപ്, അതേ രീതിയിൽ തന്നെയാണ് കോവിഡിന് ശേഷവും. അവർക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് അവര് കണക്കുകൂട്ടി, അവരുടെ കണക്കുകൂട്ടൽ തെറ്റി. അപ്പൊ അത്തരം സിനിമകളാണ് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയത്. പിന്നെ അവിടെ വേറൊരു കാര്യമുണ്ട്, ഈ പ്രേക്ഷകർക്ക് ഇപ്പൊ കുറച്ചും കൂടിയും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഇപ്പൊ കോവിഡിന് മുൻപ് ഇപ്പൊ ഒരാൾക്ക് ഒരു സിനിമ ഇഷ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവരത് അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള വേദി ഉണ്ടായിരുന്നില്ല, പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. പണ്ട് ഫേസ്ബുക്കിൽ റിവ്യൂ ഇടാ 4 സ്റ്റാർ 5 4 സ്റ്റാർ 2 സ്റ്റാർ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ ഇട്ടിരുന്നു ആദ്യം. അത് ആവറേജ്. ഇപ്പൊ അങ്ങനെയല്ല, ഡയറക്റ്റ് ഇപ്പൊ യൂട്യൂബില് ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയയും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കോവിഡിന്റെ സമയത്ത് വലിയ രീതിയിൽ കയറി വന്നു. അപ്പോ ഈ പ്രേക്ഷകർക്ക് അവിടെ പ്ലാറ്റ്ഫോം വരാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. റിവ്യൂവേഴ്സ് ഒക്കെ ശരിക്കും കോവിഡിന്റെ സമയത്താണ് അവര് വരുന്നതൊക്കെ. അപ്പോൾ അവര് വലിയ ഹാർഷായിട്ട് പറയാൻ തുടങ്ങി. അവർക്കൊരു സിനിമ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായില്ല എന്നുള്ളത് മാത്രല്ല, അവരെ ഡയറക്ടറെ തന്തയ്ക്കും തള്ളയ്ക്കും ആരൊക്കെ വിളിക്കാൻ പറ്റും, അതെ ആരൊക്കെ തെറി വിളിക്കാൻ പറ്റുമോ ആ രീതിയിൽ തെറി അങ്ങ് വിളിച്ച് അവർക്ക് റീച്ച് ആവുമല്ലോ. നമ്മളൊക്കെ ഇപ്പൊ തുപ്പാക്കി അയ്യൊക്കെ ഇറങ്ങിയ സമയത്ത് 1.5 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയിരുന്നത്. പിന്നെ ബുക്ക് മൈ ഷോ വന്നു, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ മാറി OTT വന്നു. OTT ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് ഇഷ്ടംപോലെ സിനിമകൾ കാണാം. സിനിമയിലോ മറ്റേ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഒരു 5 സിനിമ കാണുന്ന കാശുണ്ടെങ്കിൽ ഒരു കൊല്ലം മൊത്തം സിനിമകൾ കാണാം. അങ്ങനെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. അത് ശരിക്കും ഈ OTT പ്ലാറ്റ്ഫോമൊക്കെ ഈ കോവിഡിന്റെ ആ ഒരു മാർക്കറ്റിൽ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ശരിക്കും അറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. അതെ, കാരണം അത് ആളുകൾക്ക് ആവശ്യമായി വരും എന്ന് അവർക്ക് മനസ്സിലായി. നല്ലൊരു തന്ത്രമാണ് അത്, നല്ലൊരു ബിസിനസ്, ഒരു പുതിയൊരു കൾച്ചറാണ് അവർ ഉണ്ടാക്കിയത്. അതെ. ഇപ്പൊ വേറെ കാര്യമുണ്ട്, ഇപ്പൊ തിയേറ്ററിൽ ഒരു ഫാമിലിക്ക് സിനിമ കാണണമെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും തന്നെ സിനിമയ്ക്ക് പോകുമ്പോൾ അറിയാമല്ലോ ചെലവ് എന്തോരം വരും എന്നുള്ളത്. നമ്മൾ ടിക്കറ്റ് പ്രൈസ് ഉണ്ട്, ഒരു ടിക്കറ്റ് പ്രൈസ് 200 രൂപ കണക്ക് കൂട്ടാം. പിന്നെ അവിടുത്തെ സ്നാക്സ് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നാണല്ലോ, ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അവിടുത്തെ സ്നാക്സിനൊക്കെ ആയിട്ട് ഒരു 100-300 രൂപ വന്നു വിചാരിക്കാം. പിന്നെ വണ്ടി ചെലവും ഈ പെട്രോളിന്റെ ചെലവൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് വരും. ശരിക്കും പറഞ്ഞാല് മൾട്ടിപ്ലക്സിൽ ഒരു 4 പേര് ഒരു സിനിമ കാണാം. അതെ, ഒരു ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, നല്ല ചെലവാ. 10,000-2,000 രൂപയെങ്കിലും മിനിമം പോകും. അപ്പോ ആളുകൾ അവിടെ ചിന്തിച്ചു തുടങ്ങി, ഞാൻ എന്തിനീ 2,000 രൂപ കൊടുക്കണം. അതെ, അതിനു ഭേദം ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു OTT പ്ലാറ്റ്ഫോം റീചാർജ് ആക്കി. ആമസോൺ പ്രൈം 1,500 റീചാർജ് ചെയ്ത് കഴിഞ്ഞാല് 4 ഡിവൈസിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ഒരു കൊല്ലം മൊത്തം സിനിമ കാണാം. ഇത് ഒരു സിനിമയുടെ കാര്യം പറയുന്നത്. ഒരു കൊല്ലം മൊത്തം 365 ദിവസം ഓരോ സിനിമ വെച്ച് കണ്ടാലും ലാഭല്ലേ. അപ്പൊ ആളുകൾ ചിന്തിച്ചു തുടങ്ങി, ഞങ്ങൾക്ക് ലാഭം ഏതാണ്, ഏതോ OTT ഇങ്ങനെ ഒരു 1 ഇയർ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് സിനിമകൾ കാണാം. വീട്ടിൽ സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് ആ കംഫർട്ടിലിരുന്ന് കാണാം. നല്ലൊരു വൈഫൈ ആൻഡ്രോയിഡ് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ടിവിയിൽ പലരും ആൻഡ്രോയിഡ് ടി വി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ ഈ തിയേറ്ററിന്റെ ഈ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വലിയ രീതിയിലൊരു ഘടകമാണ്. ഇപ്പൊ തൃശ്ശൂരിനകം മാത്രമാണ് ഇപ്പൊ പ്രൈസിൽ കുറച്ച് കുറവുള്ളത്. നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാക്കി മൾട്ടിപ്ലക്സുകളൊക്കെ വീക്ക് ഡേയ്സിൽ ഒരു പൈസ, വീക്കെൻഡില് പൈസ കൂട്ടുക, അങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. അവർക്ക് സിനിമയോടുള്ള അവരുടെ ആ ഒരു സമീപനം, അതുപോലെ ഈ തിയേറ്ററിൽ വന്ന ചേഞ്ച്, OTTയുടെ കടന്നുവരവ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. തിയേറ്ററിൽ വരുന്ന ചെലവുകൾ. ഇപ്പൊ ഇതില് ആക്ടേഴ്സിന് വന്നിട്ടുള്ളൊരു ചേഞ്ച്, ഓഡിയൻസിന്റെ പോലെ അവർക്കും വന്നിട്ടുണ്ട്. അതെ, ആക്ടേഴ്സിനും ഫിലിം മേക്കേഴ്സിനും എല്ലാവർക്കും വന്നിട്ടുണ്ട്. വന്നവരുണ്ട്, വരാത്തവരും ഉണ്ട്. അപ്പൊ ഈ ആക്ടേഴ്സിന് നമ്മൾ കോവിഡിന് ശേഷം ടയർ 2, ടയർ 3 ആക്ടേഴ്സൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. അവർക്കൊക്കെ കുറേ ഹിറ്റുകളുണ്ട്. അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ അവർ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണ്. അപ്പോൾ സൂപ്പർ സ്റ്റാർസ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രിയിലും നമ്മൾ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും. അപ്പം അതിൽ ഇപ്പോൾ ചില ആക്ടേഴ്സാണ്, ചില സൂപ്പർ സ്റ്റാർസ് മാത്രമാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതിൽ ഒരാളാണ് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്ക ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കോവിഡിന് ശേഷം. അങ്ങനെ ഒരു ഭയങ്കര മോശം ഒരു സിനിമയോ ഒരു മോശം അഭിപ്രായം വരുന്ന സിനിമയൊന്നും ഇല്ല. അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, പിന്നെ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സും അതുപോലെ യങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, യങ് ഡയറക്ടേഴ്സായി വർക്ക് ചെയ്യുന്നു. അതേസമയം ഇപ്പോൾ ഗൗതം മേനോനെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂത്തിനിടയിൽ നല്ലൊരു ഇംപ്രഷൻ മമ്മൂക്കയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്ത മാസ് വ്യൂവേഴ്സ് അവരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏതൊരു സൂപ്പർ സ്റ്റാറിൻ്റെയും ഒരു ഉത്തരവാദിത്വമാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ആണ് മമ്മൂക്ക സിനിമകൾ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് വെൽ പ്ലാൻഡ് ആണത്. കോവിഡിന്റെ സമയത്ത് അദ്ദേഹം കറക്റ്റായിട്ട് പ്രേക്ഷകരുടെ രീതി എന്താണ്, അവരുടെ ടേസ്റ്റ് എന്താണ്, അവരുടെ പൊളിറ്റിക്സ് എന്താണ്, നമ്മുടെ കേരളത്തിലെ മാസ് പൊളിറ്റിക്സ് എന്താന്നുള്ളത് മമ്മൂക്കയ്ക്ക് കറക്റ്റ് അറിയാം. ആ പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ട് മമ്മൂക്ക സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കാതൽ, പുഴു എനിക്കറിയില്ല ഇത് മുമ്പ് വന്നതാണോ എന്ന് എനിക്കറിയില്ല, കോവിഡിന് മുൻപാണോ വന്നത് ആണോ എനിക്കറിയില്ലത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ അത് ഇവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ ഒരു സമയത്ത് കസബ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തപ്പോ ഉണ്ടായ വിവാദം നമുക്കറിയാം. അന്ന് ആളെ കുറിച്ചിട്ട് ഈ മോശം പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോ അദ്ദേഹത്തെ പൊക്കി പറഞ്ഞു, കൈയടിക്കാൻ തുടങ്ങി. അത് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്നതാണത്. ഒരു പക്ക ആക്ടറാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും കാലഘട്ടം എന്താണോ അതിനെന്താണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം സിനിമകൾ ചെയ്യുന്നത്. നമ്മളപ്പോൾ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു. വേറൊരു ആക്ടർ, തെലുങ്ക് ആക്ടറാണ് നന്ദമൂരി ബാലകൃഷ്ണ, നമ്മുടെ ബാലയ്യ. അപ്പോൾ ബാലയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കൊരു ലോഫിംഗ് സ്റ്റോക്കാണ്, ഒരു ട്രോൾ മെറ്റീരിയൽ ആണല്ലോ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ഇവർക്ക് ബാലയ്യനെ കുറിച്ച് ഒന്നും അറിയില്ല. ബാലയ്യനെ കുറിച്ച് നോർമൽ ആൾക്കാർ കാണുന്നത് ഈ യൂട്യൂബേഴ്സ് മൂപ്പരവിടെ പഴയ സിനിമകളിലെ ക്ലിപ്പിംഗ്സ് ഉണ്ടല്ലോ, ട്രെയിൻ പിടിച്ച് നിർത്താൻ, ബൈക്ക് എടുത്തെറിയ, അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടാണ് ഇയാളെ കുറിച്ച് അറിയുന്നത്. വേറെ കാര്യമുണ്ട്, അത് ആ സിനിമകൾ ചെയ്തിരുന്ന കാലഘട്ടം നോക്കണം. ആള് പൊളിറ്റിക്സിൽ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു സമയമാണത്. അപ്പോൾ സിനിമയിൽ കുറച്ചൊന്ന് ശ്രദ്ധ പോയി നിൽക്കുന്ന ഒരു ടൈമും കൂടിയാണ്. ആ സമയത്ത് ഇറക്കിയ സിനിമകളാണ് ഇതൊക്കെ, ഈ ട്രോൾ മെറ്റീരിയലായിട്ട് വരുന്ന സിനിമകൾ. പിന്നെ അത് മാത്രമല്ല, ആളുടെ നിന്ന് അവിടുത്തെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതാണ്. കാരണം ആളൊരു ഗോഡ് എലമെൻ്റ് ഉള്ള വ്യക്തിയായിട്ടാണ്. കാരണം ആൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാണ്, അവർക്ക് NTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ദൈവമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആളുടെ മകനാണ് ബാലകൃഷ്ണ. അപ്പോൾ ബാലയ്യനെയും അവിടുത്തെ ആളുകൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ട്രെയിൻ പിടിച്ചു നിർത്തുന്നതും ഫ്ലൈറ്റ് പിടിച്ചെറിയുന്നതും
അതൊക്കെയാണ് അവിടുത്തെ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നത് ആളുടെ അങ്ങനെയൊക്കെ ഇഷ്ടം. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ടൈം ട്രാവൽ പടം ബാലയ്യയുടെയാണ്. അത് ആർക്കും അറിയില്ല ഇവിടെ ഉള്ളവർക്ക്. പിന്നെ ശ്രീരാമരാജ്യം, ശ്രീരാമരാജ്യമൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആള് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ അത് അത്ര വലിയ ഹിറ്റല്ല ആ സിനിമ. അതുപോലെ NTRന്റെ ബയോപിക്കിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു റീസെന്റ്. അതിലൊക്കെ എന്ത് ഗംഭീരമായിട്ട് ആള് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അല്ല ഇവര് കാണുന്നത് നീ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബേഴ്സ് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ഓരോ കട്ടിങ്സുകൾ പഴയ സിനിമകളുടെ ഡാൻസിന് ഭയങ്കരമായിട്ട് റോള്. നല്ലൊരു ഡാൻസറാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് പടങ്ങളിലായാലും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഈ ഇവരൊക്കെ പറയുന്നുണ്ട് ഇപ്പോ ആളുടെ 15ാമത്തെ വയസ്സിലാണ് അഭിമന്യു, മഹാഭാരതത്തിൽ അഭിമന്യുവിന്റെ ക്യാരക്ടർ ചെയ്തതാ. അത്രയ്ക്കൊന്നും ഇല്ലല്ല, ആ ഒരു ഏജിൽ ആളത് ചെയ്തു എന്നുള്ളതാ. അത്രയ്ക്ക് റേഞ്ച് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ആള്. ഇപ്പൊ കോവിഡിന് ശേഷം ബാലയ്യ 4 സിനിമയാണ് ഇറക്കിയിരിക്കുന്നത്. ഈ 4 സിനിമയും വലിയ ഹിറ്റാണെന്നുള്ളതാ. അത് മാത്രല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്ന സിനിമകളാണ്, വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടുന്ന സിനിമകളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലും നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഡാക്കു മഹാരാജിന് നല്ല അഭിപ്രായം. ഇവിടുത്തെ റിവ്യൂവേഴ്സ് ആദ്യമായിട്ട് ജയ് ബാലയ്യ വിളിച്ചതാണ് ആ ഒരു സിനിമയ്ക്ക്, ഡാക്കു മഹാരാജിന്. കാരണം അത്രയ്ക്കും പലരും പുഷ്പേനെക്കാട്ടും നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നോർത്തിലെ ഓഡിയൻസും ഒക്കെ ഈ ഡാക്കു മഹാരാജ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ബാലയ്യയുടെ ചോയ്സ് ഓഫ് സെലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സ് ആയിട്ട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബോബി കോഹ്ലി ആയിട്ടാണ് ഡാക്കു മഹാരാജ് ചെയ്തത്. ബോബി കോഹ്ലി വളരെ യങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ബോബി കോഹ്ലി മുമ്പത്തെ പടം ചിരഞ്ജീവി ആയിട്ടായിരുന്നു, അതും ഹിറ്റായിരുന്നു. അപ്പോ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബാലയ്യയുടെ മോളാണ് ഇപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷനും ഡയറക്ടേഴ്സിനൊക്കെ ചൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പം അതാണ് ബാലയ്യക്ക് ഈ രീതിയിലുള്ളൊരു മാറ്റം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ എന്തായാലും കോവിഡിന് ശേഷം വലിയ രീതിയിൽ ചേഞ്ച് വന്ന 2 ആക്ടേഴ്സാണ് മമ്മൂക്കാണെങ്കിലും ബാലയ്യ ആണെങ്കിലും. നമ്മളിപ്പോൾ ഈ കോവിഡിൽ ഓരോ ഇൻഡസ്ട്രിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും ആക്ടേഴ്സിന് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. ബോളിവുഡ് ഇൻഡസ്ട്രി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പോൾ കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു തീരെ ഗതി പിടിക്കാത്ത ഇൻഡസ്ട്രി ബോളിവുഡ്. കന്നഡ വരെ ഗതി പിടിച്ചു. എന്തുകൊണ്ടായിരിക്കും ബോളിവുഡ് ഇങ്ങനെ ഗതി പിടിക്കാണ്ട് പോകുന്നത്? ബോളിവുഡ് പണ്ടും ഒരുപാട് റീമേക്കുകൾ ചെയ്തിരുന്നു. അന്നൊക്കെ അത് ഹിറ്റായിരുന്നു. പക്ഷെ OTT വന്നതിന് ശേഷം ആദ്യം ഇറങ്ങുന്ന പടങ്ങൾ, ഇപ്പൊ സൂറൈപൊട്ടു ഒരു ഉദാഹരണമായിട്ടിരിക്കട്ടെ. സൂറൈപൊട്ടു ഭയങ്കര വിപ്ലവമായിരുന്നു ആ ടൈമിൽ. അപ്പൊ നോർത്തിലെ ഒരു നല്ല ഓഡിയൻസും അത് ആ പടം കണ്ടിട്ടുണ്ട്. അതേ പടം അക്ഷയ് കുമാർ റീമേക്ക് ചെയ്യുന്നത്. സൂര്യ അതിൽ ക്യാമിയോ ഉണ്ട്, അതിലൊന്നും കാര്യമില്ല. അവിടെ അക്ഷയ് കുമാർ സ്ഥിരാണ്, ഓൾമോസ്റ്റ് എല്ലാ പടവും റീമേക്കാ. ആ ഒരു പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, സെൽഫി എല്ലാം ഫ്ലോപ്പാണ്. കാഞ്ചനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ലക്ഷ്മി ബോംബ് അങ്ങനെ എന്തോ സാധനം. അപ്പോ ശരിക്കും പറഞ്ഞാല് ബോളിവുഡിലൊരു പ്ലാനിങ് നടക്കുന്നുണ്ട്. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് പ്ലാനിങ്. ഗാന്മാരെ ഒഴിവാക്കിയിട്ട് അക്ഷയ് കുമാർ സൂപ്പർ സ്റ്റാർ ആക്കുക, അതുണ്ട്. അത് കാരണം കൊണ്ട് ആദ്യമൊക്കെ ഒരുപാട് പടങ്ങൾ ഹിറ്റായിരുന്നു. 2.0 ഇറങ്ങുന്ന സമയത്ത് അക്ഷയ് കുമാർ ഭയങ്കര സ്റ്റാർ ആയിരുന്നു, ആദ്യം നിൽക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ട് ആ പടം ഇനീഷ്യലി നല്ല ബോക്സ് ഓഫീസ് അക്ഷയ് കുമാർ കാരണമാണ്, രജനീകാന്തിനേക്കാൾ ഉപരി. പക്ഷെ അക്ഷയ് കുമാർ ഇങ്ങനെ റീമേക്ക് ചെയ്ത് ആൾക്കാരെ വെറുപ്പിച്ചോണ്ടിരിക്കണം. ഇനിയിപ്പോ എന്തൊട്ടൊക്കെയാണാവോ ഇനി റീമേക്ക് ചെയ്യാൻ പോകുന്നത്? രാക്ഷസന്റെ റീമേക്ക് ചെയ്ത് അത് മറന്നു, എന്ത് ചട്ട്ലി പുട്ട്ലി അങ്ങനെ എന്തോ സാധനം. അപ്പൊ ഇതൊക്കെ എല്ലാവരും കണ്ടതാണ്. പിന്നെ അത് റീമേക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മളിപ്പോ ലവ് ടുഡേ റീമേക്ക് ചെയ്തെന്ന് കേട്ടില്ല? അതൊക്കെ ലവ് ടുഡേ റീമേക്ക് ചെയ്ത് പൊട്ടിച്ചു കൊടുത്തു ആമിർ ഖാന്റെ മോനാ. പിന്നെ തെറി റീമേക്ക് ചെയ്യുന്നു, അത് സെയിം ടീം തന്നെ. ഇവരിങ്ങനെ റീമേക്ക് ചെയ്യുന്നു, പൊട്ടുന്നു, റീമേക്ക് ചെയ്യുന്നു, പൊട്ടുന്നു. ഇത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് ബോളിവുഡ് ഒരു റീമേക്ക് വുഡ് എന്ന് പറയുകയാണെങ്കിൽ. പണ്ടൊക്കെ ഒരുപാട് സിനിമകൾ ഹിറ്റായിരുന്നു ഇവിടെ, അന്ന് റീമേക്കും ചെയ്തിരുന്നില്ല. ഇപ്പൊ ഗാന്മാരായാലും മറ്റു പടങ്ങളായാലും കേരളത്തിൽ വരെ നല്ല ഹിറ്റുകളായിരുന്നു. പിന്നെ മൊത്തത്തില് ഇപ്പൊ ബോളിവുഡ് ആർക്കും ഇഷ്ടമില്ലാതായി ഈ റീമേക്കുകാർ. ഈ ബോളിവുഡ് ആണല്ലോ ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ മുഖം എന്ന് പറയുന്നത്, ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. അപ്പോൾ ഒരു കാലത്ത് ബോളിവുഡ് റൂൾ ചെയ്തിരുന്നത് ശരിക്കും ദാവൂദ് ഇബ്രാഹിമും ഡി കമ്പനിയും ആണ്.
അവരെ കൺട്രോളിലായിരുന്നു. അപ്പൊ അതിന് അവിടെ ഒരു നടി വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു ആക്ടറിന് വർക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ ഇവിടെ ഗ്യാങ്ങിനെ സംതൃപ്തിപ്പെടുത്തണമായിരുന്നു. അപ്പോൾ ഫുള്ളി ഇവരുടെ കൺട്രോളായിരുന്നു. പിന്നെ ഇവരുടെ ഒരു കൺട്രോൾ ഇവിടുന്ന് പോയപ്പോൾ, ഇന്ത്യയിൽ നിന്ന് ഒരു തരത്തിൽ ഇവരുടെ കൺട്രോൾ ഇവിടുന്ന് പോയല്ലോ. പോയതിന് ശേഷം പൊളിറ്റിക്കലി ഇന്ത്യയിൽ ഒന്ന് ഷിഫ്റ്റ് ഉണ്ട്. ഒരു റൈറ്റ് വിങ് BJP അധികാരത്തിൽ വരുന്നു. അവര് പതിയെ ബോളിവുഡിന്റെ കൺട്രോളിലേക്ക് അവര് വരുന്നു. അങ്ങനെയാണ് അക്ഷയ് കുമാർ സൂപ്പർ സ്റ്റാർ ആക്കാനുള്ള പരിപാടി. അപ്പോഴാണ് അവർക്ക് ഈ കാന്മാരെ മാറ്റി അവിടെ വേറൊരാളെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരാളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു ഇതിലോട്ട് വന്നത്. അതിനാണ് ഇവർ അക്ഷയ് കുമാറിനെ കഷ്ടപ്പെട്ട് ആ ഒരു പൊസിഷനിൽ എത്തിക്കാൻ നോക്കിയത്. അതിനുവേണ്ടി കാന്മാരെ ടാർണിഷ് ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു, അവർക്കെതിരെ പ്രൊപ്പഗൻഡകൾ ഉണ്ടായിരുന്നു. അതിൽ പെട്ടുപോയ ഒരു ആക്ടറാണ് ഷാരൂഖ് ഖാൻ. ശരിക്കും പെട്ടു. കുറെ നാള് വീട്ടിലിരുന്നല്ല. ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ ഉള്ളത് തന്നെ അറിയുന്നിരുന്നില്ല. ജവാനോട് കൂടിയിട്ടാണ് ആള് ലൈം ലൈറ്റിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ ആമിർ ഖാൻ അവർക്കൊരു വലിയ ഏരല്ല. കാരണം ആള് വല്ലപ്പോഴും സിനിമ ചെയ്യുള്ളൂ. ഇപ്പോ ഈ ഒരു കൊല്ലം സിനിമ ചെയ്തതിന് ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടോ അടുത്ത സിനിമ ചെയ്യാം. ആ ഒരു സിനിമ വലിയ ഹിറ്റ് ആയിരിക്കും, അത് വേറെ കാര്യം. പിന്നെ ഇവർക്കുള്ളൊരു മെയിൻ ത്രെട്ട് എന്ന് പറയുന്നത് സൽമാൻ ഖാനാണ്. ഏറ്റവും കൂടുതൽ എയറിൽ കയറുന്ന ആള്. കാരണം ആളെങ്ങനെയെങ്കിലും ഇവർക്ക് ഒതുക്കണം. അപ്പൊ ആളെ ഒതുക്കാനും ആളുടെ കയ്യിൽ തന്നെ കുറെ സാധനങ്ങളുണ്ട്, കുറെ വെടിമരുന്നുകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിറ്റ് ആൻഡ് റൺ കേസും, പിന്നെ സുശാന്തിന്റെ കേസിലോട്ട് വന്നതിനാൽ അത് വലിയ രീതിയിൽ സൽമാൻ ഖാനെ ഫ്രെയിം ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു മീഡിയ. അന്ന് മീഡിയ പോർട്രേ ചെയ്തിരുന്നത് സൽമാൻ ഖാനാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ്. സൽമാൻ ഖാന് യാതൊരു വിരോധം സുശാന്തിനെ പോലത്തെ ഒരു ജൂനിയർ ആക്ടറിനോട് വരേണ്ട കാര്യമില്ല. ലോജിക്കലി സെയിം ഒരു ലെവലിലാണെങ്കിൽ ഓക്കെ. അതാണെങ്കിൽ പിന്നെയും പറയായിരുന്നു, ഇത് സൽമാൻ ഖാൻ ഒരു അരയല്ല. അപ്പോ മീഡിയ പോർട്രേ ചെയ്യാൻ നോക്കി സൽമാൻ ഖാനെ മോശമായിട്ട്. പക്ഷെ സൽമാൻ ഖാൻ അതിൽ വീണൊന്നുമില്ല, അതിലങ്ങ് ഇതായാലും. ഇപ്പൊ പിന്നെ വേറെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടല്ലോ സൽമാൻ ഖാനെ കുറിച്ചിട്ടൊക്കെ. ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. സൽമാൻ ഖാനാണ് എപ്പോഴും മെയിനര. ഒരു നെഗറ്റീവ് സൈഡിൽ, നെഗറ്റീവ് ഷെയ്ഡിൽ എപ്പോഴും സൽമാൻ ഖാൻ ഉണ്ടാവാം. അപ്പൊ സൽമാൻ ഖാന്റെ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോ കോവിഡിന് ശേഷം വന്നുള്ള സിനിമകളൊക്കെ അത്യാവശ്യം മോശമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂപ്പർ സ്റ്റാർസിന് ഡൗൺഫോൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ സൽമാൻ ഖാന്റെ കാര്യം വേണമെങ്കിൽ പറയാം. ഈ കോവിഡിന് ശേഷം ഇറങ്ങുന്ന സിനിമകൾ പുഷ്പ ഫസ്റ്റ് എടുക്കാം. പുഷ്പ ഫസ്റ്റ് നോർത്തിൽ നല്ല റീച്ച് കിട്ടി. അവർ വിചാരിക്കുന്നതിനപ്പുറം നോർത്തിൽ ഭയങ്കര ഹിറ്റായി, പാട്ടുകളും ഹിറ്റായി, സിനിമയും ഹിറ്റായി. അപ്പൊ അതിനുശേഷം പുഷ്പ 2 ഇവര് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, ഡെവലപ്പ് ചെയ്ത സമയത്ത് ഈ നോർത്ത് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾക്ക് തീരെ ഇഷ്ടാവില്ല. സൗത്തിൽ തീരെ ആർക്കും ഇഷ്ടമായിട്ടില്ല ശരിക്കും പറഞ്ഞാല്. പുഷ്പ 2 നോർത്തിൽ നല്ല ഹിറ്റ് ആയിട്ടുണ്ട്. 1000 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ സുകുമാർ എന്ന് പറഞ്ഞ ഒരു കിടിലൻ ഡയറക്ടറാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മഹേഷ് ബാബു, NTR, ഇപ്പൊ രാമചന്ദ്ര രംഗസ്ഥലം, അതൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അങ്ങനെ ഒരാള് ഇത്രയും ടെക്നിക്കൽ നല്ല ബ്രില്യൻ്റ് ആയ ഡയറക്ടറാണ്. അങ്ങനെ ഒരാള് ആണ് ഈ മാർക്കറ്റിന് വേണ്ടിയിട്ട് സിനിമയിൽ ചേഞ്ച് ചെയ്ത് വരുത്തണത്. കഥ ഇതൊന്നല്ല തോന്നുന്നുണ്ട്, വേറെ എന്തോണ്. ഇപ്പൊ 3 ഇറങ്ങുന്നു പറയുന്നുണ്ട്, അത് ഇതിന് അപ്പുറമായിരിക്കും. അപ്പോ പാൻ ഇന്ത്യൻ സിനിമകൾ ഇനി വരുമ്പോ നോർത്തിൽ ഓഡിയൻസിനായിരിക്കും പ്രയോറിറ്റി. അപ്പൊ അതനുസരിച്ചായിരിക്കും സിനിമകൾ അവർക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ചെയ്യും ഇനി. അപ്പൊ നമ്മളിനി ഈ ഹാൻഡ്സ് വെക്കുന്നതും ഇതൊക്കെ കാണേണ്ടി വരും. പുഷ്പയിലൊക്കെ കണ്ടില്ലേ കുടഞ്ഞ് ഹാൻഡ്സ് വെക്കുന്നതൊക്കെ അവർക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ്സും അതുപോലെ റോട്ടിൽ വരച്ച് സിഗരറ്റ് അതൊക്കെയാണ് അവരുടെ. ജവാനിലും ഉണ്ടല്ല, ജവാനും മോശം ബുള്ളറ്റും വരുമ്പോ ചെരിച്ചിട്ട് ബീഡി കത്തിക്കുക, അതൊക്കെ ജവാൻ അവിടെ ഒരു കൾട്ട് പടാണ്. ഷാരൂഖ് ഖാനെ തിരിച്ചു പോണെന്ന പടമാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ പടം സഹിക്കാൻ പറ്റില്ല. സൗത്തിൽ തീരെ ഇഷ്ടാവില്ല. പിന്നെ വളരെ സങ്കടകരം തോന്നുന്ന ഒരാളുണ്ട് നമ്മുടെ. ഇപ്പൊ നമ്മള് മുമ്പ് പറഞ്ഞു ഐക്ക് വേണ്ടിട്ട് നമ്മൾ 1.5 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടുള്ള ശങ്കരൻ എന്നാ പിള്ളേര് പറയാ. മൊബൈൽ ഫുൾ വില പോയി. ഇപ്പൊ എന്തോ എന്തേരന്റെ സ്ക്രിപ്റ്റ് മോഷിച്ചു എന്ന് പറഞ്ഞിട്ട് 10-11 കോടി ഫ്രീസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശങ്കറിന് ഇപ്പൊ ഒരു 2.0 തൊട്ട് ഭയങ്കര കഷ്ടകാലാണ്. ഞാൻ ആലോചിക്കണേ, ശങ്കറിന്റെ കാര്യത്തിൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ജെയിംസ് കാമറൂൺ എന്നായിരുന്നു ശങ്കറിനെ ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. ആ ഡയറക്ടറാണ് ഇപ്പോ ഈ രീതിയിൽ ഒരു
പതനം സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും വിഷമുണ്ടല്ലേ? അതെ, ഇപ്പൊ രാജമൗലി ശങ്കറായിട്ട് കമ്പയർ ചെയ്തിരുന്നത്. ഇപ്പൊ രാജമൗലി കേൾക്കേണ്ടത്, രാജമൗലിക്ക് നടക്കേണ്ട ശങ്കറിന്റെ കേസ്. ശങ്കർ ഈ കാലഘട്ടം അനുസരിച്ച് തീരെ അപ്ഡേറ്റ് ആവാത്ത ഒരാളാണ്. ഒരു കാലത്ത് ഫ്യൂച്ചറിസ്റ്റിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. അതെ, അത് ശരി തന്നെയാണ്. ഇപ്പോ ഹ്യൂമൻ മെഷീൻ ഇമോഷൻ ആണല്ലോ എന്തിരൻ. നൻപൻ തൊട്ട് ശങ്കറിന്റെ സ്റ്റോക്ക് കഴിഞ്ഞു. ഇപ്പൊ നൻപൻ തന്നെ 3 ഇഡിയറ്റ്സിന്റെ റീമേക്ക് ആണ്. പിന്നെ ഐ വന്നു. ഐയൊക്കെ മുമ്പത്തെ ഇപ്പൊ കാതലന്റെ ഒക്കെ വേറൊരു കഥയുണ്ടായി. അതില് കുറച്ച് സയൻസ് കൂടി മിക്സ് ചെയ്തു. 2.0 വന്നപ്പോ ഭയങ്കര മോശം. മേപ്പാടം തിരുമേനിയുടെ ഒരു പരിപാടിക്കാണ് ആവാഹനം. അത് നോക്കി കുത്തണതും. പിന്നെ ഇന്ത്യൻ 2 പറയണ്ട. പഴയ ഇന്ത്യൻ 2 മർമാണി കുത്തിക്കഴിഞ്ഞ ആള് തളർന്നു വീഴ. ഇപ്പൊ കുതിരേരെ പോലെ ഓടുന്നത്. അയ്യോ, എന്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ശങ്കർ ഇത് മനസ്സിലാക്കണില്ല ആൾക്കാരെ. ഇപ്പൊ ലേറ്റസ്റ്റ് ഗെയിം ചേഞ്ചറിൽ അങ്ങനെ എന്തൊക്കെയുണ്ട്. രാംചരൺ ഇങ്ങനെ തൊടുമ്പോ ഒരാൾ ഇങ്ങനെ പറന്നു പോകും. അതൊന്നല്ല, സുനിലിന്റെ ക്യാരക്ടർ ഉണ്ട്. എന്തോ ജനിച്ചപ്പോ അമ്മയുടെ വയറിന്റെ സൈഡിലൂടെയാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് എപ്പോഴും ചെരിഞ്ഞിട്ടാണ് നടക്കുക, ഇരിക്കുക, കഴിക്കുക. വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെയാണ് ആള്. അതിലൊരു അഞ്ജലിയുടെ ക്യാരക്ടർ ഉണ്ട്. അഞ്ജലിയുടെ ക്യാരക്ടർ നേരത്തെ ഇരിഞ്ഞിട്ട്, ഒരാള് ഇടത്തോട്ടാണെങ്കിലും മറ്റാള് വലത്തോട്ട്, അങ്ങ് ആ രീതിയിൽ. ഇതൊക്കെ എങ്ങനെ എഴുതാൻ തോന്നുന്നതല്ല ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇത് കണ്ട് കൈയടിക്കും. പക്ഷെ ഇന്ന് ഓഡിയൻസ് മാറി. ഓഡിയൻസ് ഒരുപാട് അറിവ് വന്നവർക്ക് ഒരുപാട് അപ്ഡേറ്റ് ആയി. ശങ്കർ തീരെ അപ്ഡേറ്റ് ആയിട്ടില്ല. ശങ്കർ ഇനി ചെയ്യുന്ന സിനിമകളും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇന്ത്യൻ 3 വരുന്ന പറയുന്നത് സഹിക്കാൻ പറ്റില്ല. അത് ഇതിന് അപ്പുറമായിരിക്കും. അതിന്റെ പഴയ കാലഘട്ടമൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ടാവും ചിലപ്പോ. എന്നാലും ഇയാളുണ്ടാവില്ല. ഇന്ത്യൻ താത്ത മറ്റേ സൈക്ലോമൊക്കെ പോണതുണ്ടാവും. എന്തൊക്കെയാണ് മെട്രോ റോഡ് ഉള്ളിൽ കൂടെ ഒക്കെ പോണത്. പണ്ടത് കണ്ട് നമ്മൾ കൈയടിക്കും ചിലപ്പോ. അപ്പൊ ആൾക്കാർ മാറി. ശങ്കർ മാറിയിട്ടില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കോവിഡിന് ശേഷം വന്നിട്ടുള്ള തമിഴ് സിനിമകൾ ഭയങ്കര മോശം സിനിമകളാണ്. അത് ആരും പറയാറില്ല. തെലുങ്കിനാണ് എല്ലാവരും മോശം പറയുന്നത്. തെലുങ്കിനാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ തമിഴിലൊരു നല്ല സിനിമ എന്നിട്ട് എത്ര നാളായി. ഇപ്പോൾ അവിടുത്തെ ടോപ്പ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ടോപ്പ് ആക്ടേഴ്സും ഒക്കെ അവരൊക്കെ ഒരു നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കുറെ നാളായി. പക്ഷെ ഇതാരും പറയാറില്ല. ജയിലറാണ് ഇപ്പൊ പറയാൻ മാത്രം ഒരു ഹിറ്റ്. കഴിഞ്ഞ കൊല്ലൊക്കെ ഇറങ്ങിയ എല്ലാ സിനിമകളും ഫ്ലോപ്പാണ്. സൂപ്പർ സ്റ്റാർസിന്റെ ഇപ്പൊ ഗോട്ട്, ഇന്ത്യൻ, കങ്കുവ, വേട്ടയ്യൻ നമ്മള് തിയേറ്ററിൽ പോയി കാണുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് തമിഴ് സിനിമയിലെ കാര്യം. ഭയങ്കര മോശമാണ് അവരെ പെർഫോമൻസ്. ഇപ്പൊ മലയാളികൾക്ക് പക്ഷെ തമിഴ് സിനിമയോട് ഒരു ചായവുണ്ട്. അത് മലയാള സിനിമയും തമിഴ് സിനിമയും ഈ പറഞ്ഞ പോലെ ഒരു PR വർക്കിൽ പോകുന്ന പോലെ നമുക്ക് തോന്നും. ഇപ്പൊ മലയാള സിനിമയും അത്രയും നല്ല ടോപ്പ് ലെവലൊന്നുമല്ല നിൽക്കുന്നത്. പക്ഷെ നല്ല PR വർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. നല്ല രീതിയിൽ കയറി പൊക്കോട്ടെ എന്നുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ചായ വേണത്. ഏകദേശം ഒരുപോലെയാണ്. അത് കാരണം കൊണ്ടാണ് തമാതമലി പൊക്കല്. അല്ലാതെ നെഞ്ചത്ത് കയറുന്ന തെലുങ്കിലാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോ ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യൻ ഹിറ്റ്സ് വരുന്നത് തെലുങ്കിലാണ്. ഇപ്പൊ RRR വന്നു. ഇപ്പൊ കൽക്കി, ഇപ്പൊ ലേറ്റസ്റ്റ് പുഷ്പ 2 നമുക്ക് ഇഷ്ടമായില്ല. പക്ഷെ രണ്ടും പാൻ ഇന്ത്യൻ ഹിറ്റ് അടിച്ച 2 പടങ്ങളാണ്. അപ്പൊ തെലുങ്ക് ഇൻഡസ്ട്രി വേണം പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കണമെങ്കിൽ. പക്ഷെ മലയാളികൾക്ക് തമിഴന്മാർക്കൊക്കെ തെലുങ്കിനെ ഭയങ്കര മോശമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സ് ഇൻവോൾവ് ആണ്. ഈ സിനിമയും പൊളിറ്റിക്സും രണ്ടാണ്. ഇതിനെന്തിനാണ് ഇതിനെ ഒരുമിച്ചാക്കുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. രണ്ടാണ്. അത് ആ രീതിയിൽ തന്നെ കാണാം. സിനിമ ഒരു എന്റർടൈനർ ആണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിക്കും തിരക്കും ഭയങ്കര ടെൻഷനൊക്കെ അനുഭവിച്ച് നടക്കുമ്പോൾ തിയേറ്ററിലൊന്ന് പോയിട്ട് റിലാക്സ് ചെയ്തിരുന്ന് ഒന്ന് കാണാം. അതിനാണ് സിനിമ ശരിക്കും. അതിനിടയിൽ കുറെ പേര് ഈ പൊളിറ്റിക്സ് കയറ്റിയിട്ട് മലയാളത്തിൽ ഇപ്പൊ ഒരു ടൈമില് 2016 ശേഷം ഒരുപാട് പ്രൊപ്പഗൻഡ പടങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തോരം സിനിമകളിൽ ഇറങ്ങുന്നത്. ഭയങ്കര ബൂസ്റ്റിംഗ് പടങ്ങൾ, അതുപോലെ തന്നെ റിയലിസ്റ്റിക് പടങ്ങൾ. റിയലിസ്റ്റിക് പടങ്ങളിൽ ഇപ്പൊ സ്ലോ ആയിട്ട് ആൾക്കാർ കണ്ടു മടുത്തു. അപ്പൊ എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമല്ല റിയലിസ്റ്റിക് സിനിമ. കാണാറുമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രൊപ്പഗൻഡ ഉള്ള ഒരു റിയലിസ്റ്റിക് സിനിമകൾ നമ്മളത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയ പാർട്ടിയെ മോശമാക്കി ചിത്രീകരിക്കുന്ന പോലെയാണ്. അപ്പൊ നമ്മളെ നേരെ ഓപ്പോസിറ്റ് പാർട്ടി ആക്കും. അതാണല്ലോ ഇപ്പൊ ചാപ്പ കുത്തി തരും. ഇപ്പൊ മെയിൻ ഈ അത്തരം സിനിമകളെ എതിരെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പെട്ടെന്ന് സംഖ്യ അതിപ്പോ ഒരു ഇപ്പൊ കാണുന്ന ഒരു പ്രവണതയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സിന്, അതായത് താരങ്ങള് പ്രതിഫലം കുറയ്ക്കണം അങ്ങനെ പറഞ്ഞിട്ട്. എന്താ നിനക്ക് പറയാനുള്ളത്?
അതില് പ്രൊഡ്യൂസേഴ്സ് ആണ് ഒരു പടത്തിന്റെ സോള്, അതാദ്യം മനസ്സിലാക്കണം. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ സിനിമയുള്ളൂ. അതെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഒരു സിനിമ ഇല്ല. ഒരു നല്ല പ്രൊഡ്യൂസറാണ് ഒരു സിനിമയുടെ നട്ടിലെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല കഴിവുള്ള ഒരു ആക്ടറോ ഒരു ഡയറക്ടറോ ഉണ്ടാകുന്നത് പ്രൊഡ്യൂസർ കാരനാണ്. പ്രൊഡ്യൂസർ അവർ കൊടുക്കുന്ന ഒരു ട്രസ്റ്റാണ് ഒരു നല്ല ആക്ടറിന് ഡയറക്ടറിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസറാണ് ഒരു സിനിമയുടെ സോൾ. അപ്പോൾ അവർക്ക് അതിനായിട്ടൊരു സ്ഥാനം കിട്ടേണ്ടതുണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് പണം കിട്ടണമെങ്കിൽ അവിടെ സ്റ്റാർസ് വേണം. സ്റ്റാർസ് ഉണ്ടെങ്കിൽ മാസീവായിട്ട് ഇൻകം വരണം. ഇപ്പോൾ ഈ എമൗണ്ട് അവരിറക്കുന്ന ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പൊ അതിന് പറ്റുന്ന താരങ്ങൾ വേണം. ആ താരങ്ങൾക്ക് അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതെ, എപ്പോഴും പുതുമകളെ വെച്ച് ഹിറ്റ് ആവണമെന്നില്ല. ഇല്ല, ഹിറ്റായി അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇവര് കൊടുക്കുന്ന ഒരു എമൗണ്ടിന് ഉള്ള ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവർക്ക്. അതെ, അപ്പോൾ താരങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റും ആണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 100 കോടി 150 കോടി എന്നുള്ളതൊക്കെ ജസ്റ്റ് പ്രൊമോഷൻ ഫിഗേഴ്സ് ആണ്. അത് ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ശരി തന്നെയാണ്. കാരണം ഇപ്പോൾ 100 കോടി 150 കോടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറക്കി കഴിഞ്ഞാല് അത് പ്രൊമോട്ട് ചെയ്താൽ മാത്രം മതി. അത് കണ്ട ആൾക്കാർ കയറും. അത്ര കിട്ടിയല്ലോ, ഒന്ന് കണ്ടു നോക്കാല്ല. ശരിക്കും പുലിമുരുകനിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടാക്ടിക്സ് ആണ് പല സിനിമയും. പിന്നെ നല്ല സിനിമകളുണ്ട്, മോശം സിനിമകൾ. അതെ, ഇപ്പൊ മധുരരാജൊക്കെ 100 കോടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ച് പഠിച്ചതാ, നമുക്ക് കണ്ടറിയാത്. അപ്പൊ അങ്ങനെ എല്ലാ പടങ്ങളും ആ ഒരു സെയിം ട്രിക്കായി പിന്നെ ഫോളോ ചെയ്യുന്നത്. അതൊരു പ്രൊമോഷൻ ടാക്ടിക്സ് ആയി മാറി. ഇത്ര കോടി തമിഴിനായിട്ട് കൂടുതൽ. അതായത് ബഡ്ജറ്റിനോണ്ടാണ് ഇപ്പൊ ശങ്കർ പടങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഇത്ര കോടി ബഡ്ജറ്റ്, 450 കോടി സിനിമ, 250 കോടി സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിന് അത്രയും കേപ്പബിലിറ്റി ഇല്ല അത്ര അധികം ഇറക്കാൻ. അതെ, അല്ല, മലയാള ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് ഒന്നാമത് ചെറുതാ. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതെ, മലയാളം നമുക്ക് ഇപ്പോഴും ഒരു 150-200 കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമ എന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. ഒന്നാമത് തന്നെ മലയാളം സംസാരിക്കുന്ന ആളുകൾ കുറച്ചുള്ളൂ. ഇപ്പൊ കേരളത്തിലുണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ അവിടെ കുറച്ച് പേരുണ്ട്. അപ്പോ ഈ ലാംഗ്വേജ് മനസ്സിലാവുന്നവരാണല്ലോ ഇത് കാണാം. ഹിന്ദിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ ആണെങ്കിലും മൊത്തം മോശം പടങ്ങളാണ് ഇറങ്ങുന്നത്. അവർക്കാണ് വലിയൊരു മാർക്കറ്റ്. ശരിക്കും മോളിവുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി ഒരുപാട് വളർന്നു, എല്ലാവരും കാണുന്നു എന്നൊക്കെ പറയുന്നത് എനിക്കൊരു PR സ്റ്റണ്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പേഴ്സൺ. കാരണം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ അത് കാണാനില്ല. ഇപ്പൊ ഒരു 150 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 250 കോടി ബഡ്ജറ്റുള്ളൊരു സിനിമ അത് വിജയിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. ഇപ്പൊ എമ്പുരാനാണ് ഇനിയിപ്പോ അതിലൊരു പ്രതീക്ഷ ഉള്ളത്. അപ്പൊ ബാറോസ് ഒക്കെ നമ്മൾ കണ്ടു, എന്താണ് അതിന്റെ അവസ്ഥ. അറബിക്കടലിന്റെ സിംഹം ഇതൊക്കെ ഒരു എക്സാമ്പിൾസ്. മാമാങ്കം ഇതൊക്കെ വലിയ ബഡ്ജറ്റുള്ള സിനിമകളാണ്. പക്ഷെ ഒരു രീതിയിൽ ചലനം ഉണ്ടാക്കിയിട്ടില്ല പാൻ ഇന്ത്യൻ തരത്തിലൊക്കെ. അപ്പോൾ മാർക്കറ്റ് ഉണ്ടാക്കണം ഈ പാൻ ഇന്ത്യൻ ലെവലില്. ഇപ്പൊ കന്നഡ ഇൻഡസ്ട്രിയും നമ്മുടെ ഇൻഡസ്ട്രിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെക്കാട്ടി മോശം ഇൻഡസ്ട്രിയാണ്. പക്ഷെ അവരിപ്പൊ എങ്ങനെയാണെന്ന് പോകുന്നത്. അവർക്ക് നല്ല പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്നുണ്ട്. അവർക്ക് ഇപ്പൊ അവരുടെ സിനിമകൾക്ക് ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. വലിയ സിനിമകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കളക്ഷൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഒരു തരത്തിലോട്ട് മേ ബി ക്വാളിറ്റി വൈസ് മലയാള സിനിമ ബെറ്റർ ആയിരിക്കും. ബെറ്റർ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും സ്റ്റിൽ ഒരു മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് ഓരോരുത്തരുടെ മാറ്റങ്ങളാണ്. ഓരോ സിനിമയില് ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും നടന്മാർക്കും ഫിലിം മേക്കേഴ്സിനും ഒക്കെ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനിയും ഒരുപാട് ചേഞ്ചസുകൾ വരും. ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണും. സിനിമയിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഇപ്പൊ നമ്മള് മോട്ടോ ബോക്ക് എന്ന് പറഞ്ഞ ക്യാമറ ഇപ്പൊ വിശ്വപർവത്തിലുണ്ട്. വിക്രം സിനിമയിലെ ഇന്റർവെല്ലിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതൊരു കുറച്ച് AI അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പൊ AI ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് ആയിട്ട് ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ എന്ത് സംശയം ഇപ്പൊ AIയോട് ചോദിക്കുന്നത് ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് കൊല്ലം കഴിയുമ്പോൾ സിനിമ മിക്കതും നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരാൾക്ക്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇപ്പൊ തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുത്ത ഒരു സ്ക്രിപ്റ്റ് ആക്കാൻ പറ്റും. ആ സ്ക്രിപ്റ്റ് വീഡിയോ ആക്കാൻ പറ്റും. പക്ഷെ പെർഫെക്ഷൻ ഇപ്പില്ല. പക്ഷെ കുറച്ച് കൊല്ലങ്ങൾക്ക് അപ്പുറം പെർഫെക്ഷൻ വരും. അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു കഥ പറഞ്ഞു വിചാരിക്കുക. ആ കഥ ഇത്ര
സീനുള്ള ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ആക്കും, ആ സ്ക്രിപ്റ്റ് ആക്കും. അപ്പോൾ ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെ ഒക്കെ പണി പോകുന്നു ചുരുക്കാം. ഭാവിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഇത് എത്ര പെട്ടെന്ന് വരുന്ന അറിയില്ല, പതുക്കെ പതുക്കെ വരണല്ലോ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാരക്ടേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തന്നെ AI മോഡൽസ് വിൽക്കാം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഫിലിം ആക്ടേഴ്സ് അവർ AI മോഡൽസ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ മമ്മൂക്കയൊക്കെ AI ക്യാരക്ടേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാം. ദൃശ്യം 5 ഇറക്കാം, 6 ഇറക്കാം, നമ്മുടെ ഇഷ്ടത്തിന് സിനിമ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ. അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ടെക്നീഷ്യൻസിൻ്റെ ആക്ടേഴ്സിൻ്റെ ഒക്കെ പണി പോവും. അപ്പോൾ ഭാവി സിനിമ അങ്ങനെ ആയിരിക്കും, കുറച്ച് കൊല്ലത്തിനപ്പുറം വലിയ ചേഞ്ച്. ഇനിയിപ്പോൾ ഈ OTT-യുടെ ചേഞ്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി AI ഒരു ഗംഭീര മാറ്റമാണ് വരാൻ പോകുന്നത്. എല്ലാ മേഖലയിലും വരും, സിനിമയിലും വരും അത്.